അപ്പോൾ JEE 2024 സെഷൻ 2-ൻ്റെ ഡേ 2 ആണ്. ഡേ 2 ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് അതുൽ PT ആണ്. നമ്മുടെ സെഷൻ 1-ൽ 99 പോയിൻറ്റ് എബോവ് സ്കോർ ചെയ്ത് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് കേട്ടോ നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ. അപ്പോൾ അതിനോട് സെഷൻ 2 എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എന്നും ഉള്ളതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നല്ല ഈസി ആയിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഷിഫ്റ്റ് പോലെ തന്നെയാണ് എനിക്ക് എഴുതാനൊക്കെ പറ്റിയത്. പിന്നെ ചിലതൊക്കെ കെമിസ്ട്രിയൊക്കെ ഇങ്ങനെ മെമ്മറി ബേസ്ഡ് കുറേ ഉണ്ടായിരുന്നു, അത് മാത്രം ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ആദ്യത്തെ സെഷൻ്റെ ഒരു തനി ആവർത്തനം പോലെയായിരുന്നോ? ഓൾമോസ്റ്റ് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ഇതിന് ടൈം കൂടുതലെടുത്തതുകൊണ്ട് കെയർലെസ് മിസ്റ്റേക്ക് വരാൻ കുറച്ചുകൂടെ ചാൻസ് ഉണ്ടാവും, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. മാത്സ് ഫസ്റ്റ് സെഷനിൽ കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഇതിലെങ്ങനെയായിരുന്നു? അല്ല, ഫസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടാണ് ഇത് തോന്നിയത്. മാത്സ് കുറച്ചുകൂടെ ലെങ്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ടൈം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് NCERT ചോദിക്കുമായിരുന്നോ? കെമിസ്ട്രി കൂടുതൽ ഇനോർഗാനിക് അതൊക്കെയാണ് ചോദിച്ചത്. കെമിസ്ട്രി കുഴപ്പമില്ല, മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഫിസിക്സ് നല്ല ഈസി ആയിരുന്നു, ഫസ്റ്റ് സെഷൻ പോലെ തന്നെ അത്ര ഈസി ആയിരുന്നു. അപ്പോൾ മൂന്നും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ഫിസിക്സ് ആയിരുന്നോ? ഫിസിക്സ് തന്നെ. ഫിസിക്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.